പിന്നെ എനിക്ക് അനീഷിനോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, അനിമോളെ മോൻ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അനിമോൾക്ക് വേറെ കാമുകനും ഉണ്ട്. വേറെ ഒരു പയ്യൻ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. അവനും അവളുമായിട്ട് പ്രേമത്തിലുമാണ്. ഇനി പ്രേമിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, അനീഷ് ഒരിക്കലും അനിമോളെ കല്യാണം കഴിക്കരുത്. അനീഷിന് അല്ലാതെ തന്നെ കല്യാണത്തിന് യോഗമുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം അനീഷിന് കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ മോൻ്റെ ഒക്കെ പ്രായം തന്നെ ഉള്ളൂ എന്നാണ്, എൻ്റെ മോളൊക്കെ പ്രായം തന്നെ ഉള്ളൂ അനീഷിന്. അതുകൊണ്ട് ഞാൻ അനീഷിനോട് പറയുകയാണ്, ഒരിക്കലും അനിമോളെ പെണ്ണ് ചോദിച്ചു പോകാനോ പെണ്ണ് കെട്ടാനോ അവളെ കല്യാണം കഴിക്കാനോ നിൽക്കരുത്. അനീഷിന് കല്യാണത്തിന് യോഗം ഉണ്ടെങ്കിൽ നല്ലൊരു പെൺകുട്ടീനെ അനീഷിന് ദൈവം കണ്ടെത്തി തരും. അത് എൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് അനീഷെ കണ്ടോന്ന്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് തോറ്റാലും ജയിച്ചാലും പുറത്ത് മോനിഷ്ടം പോലെ ആൾക്കാർ കണ്ട് പരിചയപ്പെടേണ്ടി വന്നല്ലോ. ഇത്രയും കാലങ്ങൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ആരും അറിയപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് അറിയപ്പെട്ട് വന്നല്ലോ. അതൊരു ഭാഗ്യമെന്ന് നമ്മൾ കണക്കൂട്ടുക. അതുകൊണ്ട് മോന് ഇത്രയും ജനപ്രതി ഉണ്ടായത് വളരെ സന്തോഷം. അതുപോലെ മോന് ഇപ്പോൾ എഴുതി ഇറക്കിയൊരു പുസ്തകമുണ്ടല്ലോ, ആ ഒരു പുസ്തകം എനിക്ക് അയച്ചു തരാൻ പറ്റിയെങ്കിൽ ഒന്ന് അയച്ചു തരണേ. ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ, മലയാളം മതി. അതായത് അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അഡ്രസ്സ് പാലക്കാട് ജില്ല, കോഴിക്കോട് പാലക്കാട് ജില്ല, അരൂര് PO, പൊന്നേത്ത് വത്സല വഴി പാലക്കാട്, അരൂര് PO വഴി പാലക്കാട് കോഴിക്കോട്, അരൂര് PO, പൊന്നേത്ത് വീട്, വത്സല P.